ഹേ ഗൈസ്, അപ്പം എങ്ങനെ പാർട്ട് 2 പോവല്ലേ? പക്ഷെ ഞാൻ തുടങ്ങണില്ല കേട്ടാ. നമുക്ക് മിസ്സായ ഒരു സ്ഥലത്തെ പറ്റി ഇവള് പറയും. അഫ്ഗാനിസ്ഥാൻ വാറിലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ 70,000-ഓളം ഇന്ത്യൻ സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് 42 മീറ്റർ ഹൈറ്റിൽ ഈ ഒരു ഇത് പണി കഴിച്ചു. അപ്പൊ ഒരു സ്മാരകം പോലെ സ്മാരകമാണത്. അതാണ് ഇന്ത്യൻ വാർ മെമ്മോറിയൽ. അതെ. ഇപ്പം എന്താ ക്ലിയർ ആയി? ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് ആന്ധ്രാഭവനിലായിരുന്നു. നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല ഭംഗിയുള്ളൊരു കുളങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഡൽഹിയൊക്കെ ചീഞ്ഞറിയണ ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ നമുക്ക് മഴ കാരണം വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് കേട്ടോ. എന്തുകൊണ്ടും ആ സ്ഥലങ്ങൾ മുടങ്ങി എന്ന് തോന്നിക്കുന്ന സ്ഥലത്തേക്കാണ് ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ബാഹുബലി സെറ്റപ്പ് സാധനം. അവിടെ ഫോട്ടോസ് ഒന്നും അല്ല, അവിടെ എങ്കിലും അടിപൊളിയായിരുന്നു. തിരിച്ചു വരുന്ന വഴി എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. എഡിറ്റിങ്ങും സ്റ്റോറി പോസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇതിനിടയിലാണ് അത് സംഭവിച്ചത്. ഉത്തരവാദി ആരാ അറിയില്ല. ദിവ്യഗർഭാണോ? ദിവ്യഗർഭം ലീവ് ഇറ്റ്. ഇതൊക്കെ ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. നമുക്കിനി 5 മണിക്കൂറോളം ബസ്സിലാണ് ട്രാവൽ. നേരെ ആഗ്രയിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഓണായിരുന്നു കേട്ടോ. പിള്ളേരും സാറും ടീച്ചറും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പോയ ഓരോ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ്, ചരിത്രം, പിന്നെ അവിടുത്തെ സവിശേഷതകൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഞാൻ ഇറക്കണം. നിങ്ങളെ DM ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോടായിട്ട് ആഗ്ര എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിൽക്കാൻ വെച്ച പോലെ ബാഗൊക്കെ വെച്ചിട്ടാണ് നേർന്നിരിക്കണേ. ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഞങ്ങളുടെ ബാത്റൂമിലാണെങ്കിൽ എല്ലാവരും നേർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയണ്ടേ? ഐ തിങ്ക് അതൊരു കപ്പിൾ റൂമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബിക്കോസ് കുളിച്ചുകൊണ്ട് നമുക്ക് അവിടെ കിടക്കുന്നവരെ കാണാം. തിരിച്ചും പറയാന്ന്. എല്ലാവരുടെ കളിയാക്കലിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു കല്യാണം ഉണ്ട് തോന്നുന്നു. ഭയങ്കര വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയത് റീൽസും കാര്യങ്ങളും എടുക്കാനാണ്. അപ്പോൾ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പത്രമുള്ള ലവ് യു ആൻഡ് ബൈ.